അനുപമേ, നമ്മുടെ നാട്ടില് എല്ലാവരും ജോലികൾ, വൈറ്റ് കോളർ ജോബുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഓഫീസിൽ പോയി പണിയെടുക്കുന്ന ഒരു വ്യവസ്ഥ, അതിനോടാണ് കൂടുതൽ ആൾക്കാരും താല്പര്യം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ് എന്നാണ് ഇപ്പൊ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കാണുകയുണ്ടായി. ഇവിടെ ആലുവയിൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ആലുവയിലാണ്, ഇതുപോലെ ആലുവയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടി ഇപ്പോൾ ആലപ്പുഴ ചേർത്തലയിൽ ഒരു കട നടത്തുകയാണ്, തട്ടുകട നടത്തുകയാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ വന്ന് തട്ടുകട നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നത്, ആ കുട്ടി ഇവിടെ ആലുവയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 10,000 രൂപയായിരുന്നു ആ കുട്ടിയുടെ ഒരു മാസ വരുമാനം എന്ന് പറയുന്ന ശമ്പളം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ആ കുട്ടി ഒരു മാസം സമ്പാദിക്കുന്നത് 60,000 രൂപയിലധികമാണ്. ഒന്ന് ആലോചിക്കും. അപ്പോൾ നമുക്ക് ഇപ്പൊ എനിക്കും അനുഭവിക്കൊക്കെ എന്താണ് തോന്നുന്നത്, ഇത് രാജിവെച്ച് ഇനി ഒരു തട്ടുകട ഇടുന്നതാണ് ബെറ്റർ ആവുക എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. അത് എന്താ പറയാ, അത് ഇന്നും ഇന്നലും തുടങ്ങിയൊരു ചർച്ചയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമല്ല ഇത്. നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്, എത്ര മുൻപ് കണ്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി ട്രോള് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ നിന്ന് ഒരു തൊഴിലാളി പറയാണ്, ഞാൻ പോവുകയാണ്, എനിക്ക് ഇവിടുത്തെ സാലറി വെച്ചിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ഞാൻ വല്ല തട്ടുകട ഇടാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഓട്ടോ ഓടിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു തൊഴിലാളി. ഞാൻ രാത്രി ഓട്ടോ ഓടിക്കാൻ പോവാ. അപ്പൊ പറഞ്ഞു, രാത്രി ഈ വഴി കൂടെ വരികയാണ്, എന്റെ തട്ടുകട അവിടെ ഉണ്ട്, അവിടുന്ന് കഴിച്ചിട്ട് പോവാന്ന് മാനേജർ പറയാണ് അവരോട്. കാരണം ആർക്കും അതിനനുസരിച്ച് അവർ ചെയ്യുന്ന വൈറ്റ് കോളർ ജോബിന്, അവർ ചെയ്യുന്ന ആ ഒരു ലേബറിനനുസരിച്ചുള്ള ഒരു വരുമാനം അവർക്ക് ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്കൊക്കെ ആ ഒരു പോസ്റ്റ് ലുക്ക് മാത്രമാണ് ലഭിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് നമ്മൾ എന്താ പറയുക സാക്രിഫൈസ് ചെയ്യണം അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ള അവസ്ഥയാണ്. കാരണം വൈറ്റ് കോളർ ജോബ് ആണെങ്കിൽ നമ്മൾ ആ ഒരു എന്താ പറയുക അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനം നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്, അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. അതല്ല ഇത്തരം തട്ടുകടകളിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ സ്വിഗ്ഗി ഓടാൻ പോവുക, അല്ലെങ്കിൽ അങ്ങനത്തെ ജോലികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോസ്റ്റ് പ്രതീക്ഷിക്കരുത്. നേരെ മറിച്ച് നമുക്ക് അതിന് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള പേ നമുക്ക് അവിടെ ലഭിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ തട്ടുകട നടത്തുക, അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഡെലിവറിക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തീരുമാനമാണ്, ഇന്ന് ജോലി ചെയ്യണോ വേണ്ടിയോ. അല്ലെങ്കിൽ നമ്മളെ ആരും അതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നില്ല. നമുക്കാണ് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണത്. പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, പൊതുവെയുള്ള ഈ ഓഫീസ് ജോബുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മാനേജറിന്റെ പ്രഷർ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതല്ലെങ്കിൽ കൃത്യമായി ലേറ്റായി വന്നു കഴിഞ്ഞാൽ ലോസ് ഓഫ് പേ, ഒരു ദിവസം ലീവ് എടുത്താൽ ലോസ് ഓഫ് പേ, അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നേരിടണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം പറയുന്നത് ഇവര് ഈ സമാധാനത്തോടെ ജോലി ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെന്റലി രണ്ടിലും സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇന്ന് പല ഓഫീസുകളിലെയും ജോലികൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ ഡിപ്രഷന്റെ റേറ്റ് ഒക്കെ ഇത്രയും കൂടുന്നത് ഈ ഓഫീസ് സ്ട്രെസ് കാരണം വരുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, 10-21 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയാണ്, ജോലി ചെയ്യാതെ ഞാനൊരു തട്ടുകട നടത്തി എനിക്ക് 60,000 രൂപയുണ്ടെന്ന് പറയുമ്പോൾ, അല്ല ജോലി ചെയ്യാതെ ഐ മീൻ ഓഫീസിൽ പോയി ജോലി ചെയ്യാതെ. പക്ഷെ എല്ലാവരും അതിനെ എങ്ങനെയാണ് കാണുന്നത്, സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. ഒന്നാലോചിച്ചു, ഈ പാനിപ്പുരി വിൽക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 3-4 ലക്ഷം രൂപ ട്രാൻസാക്ഷൻ നടക്കുന്നത് കണ്ട റീലുകളുണ്ട് ഇല്ലേ? ആ റീലുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു പാനിപ്പുരിക്കാരനെ പോലെ ആയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ആ ജോലി ചെയ്താലോ. പക്ഷെ അതിന് നമ്മൾ കൊടുക്കേണ്ട എഫേർട്ടുകൾ കുറച്ചുകൂടി കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ജോലിക്ക് നമ്മൾ നോർമലി വരുന്നതിനേക്കാൾ പാടാണ് നമ്മൾ സ്വന്തമായി നമ്മൾ അതിൻ്റെ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണ്. ഇവിടെ നമുക്ക് റിസ്ക് ഫ്രീ ആണ്, ജോലി ഉണ്ട് നമുക്ക്, പക്ഷെ അത് നമ്മളൊരു റിസ്ക് എടുക്കുന്നത് കൂടിയാണ്. പക്ഷെ ആ റിസ്ക് എടുക്കുന്നതിന്റെ ഫലമാണ് അവർക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന പോലെ തോന്നാറുണ്ട്. കാരണം എന്താ പഠിച്ചതിൽ കാര്യമില്ല എന്ന് തോന്നാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് എല്ലാത്തിലും കോമ്പറ്റീറ്റീവ്സ് ഭയങ്കരമായിട്ട് കൂടി വരുന്നൊരു സെക്ടറാണ്. പോരാത്തതിന് ഈ വൈറ്റ് കോളർ ജോബിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കാൻ മാത്രം കമ്പനികളും ഇല്ല. അല്ലെങ്കിൽ കമ്പനികളിൽ എന്താ പറയുക, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ഈ ഫ്രഷേഴ്സിന് ജോലിക്ക് വേണം, അല്ലെങ്കിൽ ഒരു 2-3 വർഷം, ഒരു 5 വർഷമൊക്കെ ആയി ഒരു ജോലിയില്ലെങ്കിൽ അവരെ കളയാണ്, പിന്നെ പുതിയ ഫ്രഷേഴ്സിനെ എടുക്കും. കാരണം കമ്പനിക്കും അതാണ് ലാഭകരം അതാണ്. പൈസയുടെ കാര്യത്തിലായാലും അതല്ലെങ്കിലും ഈ ഇന്നവേറ്റീവ് തോട്ട്സ് ഈ പഠിച്ചിറങ്ങുന്ന ആളുകൾക്കാണ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് ഈ കുറച്ചൊരു സീനിയോറിറ്റി ആയ അല്ലെങ്കിൽ കുറച്ചൊരു അവിടെ സേവന പാരമ്പര്യമായ ആളുകളെ അവിടുന്ന് വിട്ടുന്നു, പുതിയ ആൾക്കാരെ കയറ്റുന്നു. അപ്പൊ ഈ ഇറങ്ങിപ്പോയ ആൾക്കാർക്ക് പിന്നീട് എവിടെയും ജോലി കിട്ടാതെ ആവുക, അവർ കറങ്ങിത്തിരിയുക, ആകെ മൊത്തം ഒരു തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് ഇത്തരം എന്താ പറയാ പുതിയ സംരംഭങ്ങൾ നമ്മൾ തന്നെ തുടങ്ങുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന പോലെ റിസ്കുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു കട തുടങ്ങുകയാണ്, അവിടെ നമ്മൾ ഈ എന്താ പറയാ ഭയങ്കര
ക്ലീൻ ആയിട്ട് ഹൈജീനിക് ഹൈജീനിക് ആയിട്ട് ഹൈജീൻ സാധനമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യണം. അതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ നമ്മൾ ആരോടും കമ്മിറ്റഡ് അല്ല എന്നുള്ളത് വലിയൊരു ആശ്വാസം തരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ദിവസം ലീവ് എടുത്താൽ നമ്മൾ ആരോടും ഉത്തരം പറയണ്ട, അത് നമ്മൾ തന്നെയാണ് അതിന്റെ ബാധ്യസ്ഥർ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അതിന്റെ ഗുണം വന്നാലും ദോഷം വന്നാലും ഒക്കെ നമ്മൾ തന്നെ സഹിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരു കറേജ് വേണം എന്നുള്ളതാണ്. കറേജ് ഓഫ് കോഴ്സ് വേണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് തുടങ്ങുന്ന ഒരു സംരംഭം ആകുമ്പോൾ നമ്മൾ തന്നെയല്ലേ നമ്മളോട് എന്താ പറയാ റിപ്പോർട്ട് ചോദിക്കാൻ അല്ല ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന നമ്മളോട് തന്നെയല്ലേ, അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണ്ട നമ്മളോട് നമുക്കുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥത നമ്മളോട് തന്നെയാണ്. അപ്പൊ പിന്നെ അത്തരം റിസ്കുകൾ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവും എന്നുള്ളതുമാണ്. പിന്നെ നമ്മൾ ആരുടെയും കീഴിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും ഭയങ്കര സമാധാനം കിട്ടുന്ന കാര്യം. അതായത് ഈ ഓഫീസുകളിലാവുമ്പോൾ നമ്മുടെ എന്താ പറയാ നമ്മുടെ മുകളിലുള്ള മേലധികാരികളുടെ ഒരു ഭരണം അല്ലെങ്കിൽ ഭരിക്കൽ, ആ സാധനം ഒന്നും പലർക്കും ഭയങ്കര പ്രയാസമാണ്. നമ്മൾ കേൾക്കാറില്ലേ, എനിക്ക് ഈ ഭരിക്കൽ പരിപാടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ ജോലി അങ്ങ് റിസൈൻ വെച്ചു, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവാ, അതാവുമ്പോൾ ഞാനാണല്ലോ അതിന്റെ ടോപ്പിൽ, എന്റെ ടോപ്പിൽ ആരും വരുന്നില്ലല്ലോ എന്നുള്ള ഈ സാധനം കൊണ്ട് ഒരുപാട് പേര് പുതിയതായി എന്ത് തുടങ്ങാൻ പറ്റും എന്ന് ചിന്തിച്ചിറങ്ങുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ വൈറ്റ് കോളർ ജോബ് ഉപേക്ഷിച്ച് വരുന്നതിൽ ഉള്ള ഒരു റീസൺ അതുകൂടിയാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും മേ ബി അതൊരു റീസൺ ആയിരിക്കാം, മേ ബി അല്ല റീസൺ ആയിരിക്കാം അത്. പക്ഷെ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അവിടെയും നമ്മൾ കമ്മിറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഒരു തട്ടുകട തുടങ്ങുകയാണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് നമ്മൾ കമ്മിറ്റഡ് ആണ്. നമുക്ക് അവർ വന്നിട്ട് തേങ്ങാന്ന് പറയുമ്പോൾ തരാൻ പറ്റില്ലടാ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അവിടെ നമുക്ക് വിനയത്വം കാണിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. എല്ലായിടത്തും നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് ഈ വൈറ്റ് കോളർ ജോബ്സിനോട് എന്തുകൊണ്ട് ആളുകൾക്ക് വിരക്തി വരുന്നതെന്ന് തോന്നുന്നതിലുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് സാലറിയാണ്. എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും ഒരു ബേസിക് പേ എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മുടെ നാട്ടിൽ അത് ഉള്ളതായി ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരു ട്രെയിനിക്ക് ഒരു 7,000 രൂപ, ഒന്ന് ആലോചിച്ച് 4 വർഷം ബിടെക് പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് 6,000 രൂപ മുതൽ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. 6,000 രൂപ 7,000 രൂപ. ഇന്നത്തെ കാലത്ത് അതുകൊണ്ടൊക്കെ എന്താവും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ഇവരിപ്പോൾ കോഴിക്കോടുള്ളൊരു കുട്ടിയാണെന്നിരിക്കട്ടെ, ഇവിടെ ഇൻഫോ പാർക്കിൽ ജോലി കിട്ടിയിട്ട് വരികയാണെങ്കിൽ ഇവിടെ താമസിക്കാൻ തന്നെ വേണം 3,000-4,000 രൂപ മിനിമം എന്നുള്ളതാണ്. മിനിമമാണ് 3,000. പിന്നെ ആ കുട്ടിക്ക് പോയി വരേണ്ട ചിലവ്, ഭക്ഷണം, ഇതൊക്കെ കഴിയുമ്പോഴേക്കും 6,000 രൂപ 7,000 രൂപ എന്നുള്ളത് കഴിയുകയാണ്. അപ്പോൾ ഈ ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രഷേഴ്സിനെ എന്തുകൊണ്ട് ഹയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഹയർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ശമ്പളം കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇപ്പൊ ഒരു 10,000 15 എന്ന് തുടങ്ങിയ ശമ്പളങ്ങൾ കൊടുത്താൽ മതി. ഇത് നമ്മളൊരു അനുഭവം പറഞ്ഞ പോലെ ഒരു ഘട്ടം 3-4 വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഇൻക്രിമെന്റിന്റെ ഇതും കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അത്ര കാലം നമുക്ക് ഉണ്ടായിരുന്ന ഇൻക്രിമെന്റിന്റെ സ്പീഡ് പിന്നീട് അങ്ങ് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ നമുക്ക് കരിയർ സ്വിച്ച് നടത്താം, വേറൊരു മേഖലയിലേക്ക് തിരിയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ വീണ്ടും ഈ 15-ൽ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്റ്റോപ്പായി പോവുകയാണ്, നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വരും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് മൈഗ്രേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്താണ് അതിൽ പിന്നീട് വെക്കേണ്ട സ്റ്റെപ്പ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഇപ്പൊ കമ്പനി അടച്ചു പോവുകയാണെങ്കിൽ ലേ ഓഫിൽ ജോലി പോകുന്ന എത്ര പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്? എക്സ്പീരിയൻസ് ഏൺ ചെയ്യണം ഈ മേഖലയിൽ എന്നുള്ളത് മറ്റൊരു വലിയ വെല്ലുവിളിയാണ്. ചിലപ്പോൾ ഇപ്പൊ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ഈ ഒരു ഫീൽഡിൽ ഞാൻ എങ്ങനെങ്കിലും കഷ്ടിപുഷ്ടി ഞാൻ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് എനിക്ക് ഇനിയിപ്പോൾ ഞാൻ വേറെ കമ്പനിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയല്ലോ, അപ്പം ഞാൻ ഇതുവരെ വാങ്ങിയ ശമ്പളത്തിൽ മിനിമം എനിക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാമല്ലോ. അതായത് ഇതുവരെ വാങ്ങിയ ശമ്പളം ഇനി എനിക്ക് തുടക്കമായിട്ടെങ്കിലും ലഭിക്കുമല്ലോ, ഇനി അതിൻ്റെ മുകളിലേക്കല്ലേ പോവുള്ളൂ എന്ന് കരുതാം. പക്ഷേ അവിടെ എക്സ്പീരിയൻസ് ഈസ് വെരി കമ്പൾസറി എന്നുള്ളതാണ്. ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഞാൻ ആകെ ചൂളിപ്പോകും എന്നുള്ളതാണ്. പക്ഷെ ഇത്തരം സ്വയം സംരംഭക പരിപാടികളിൽ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആരും ചോദിക്കില്ല എന്നുള്ളതും വേറൊരു ഫാക്ടറാണ്. അതെ, അപ്പോൾ മേ ബി ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. കാരണം ഇപ്പൊ നമുക്ക് ഒരുപാട്, എനിക്കൊന്ന് കഴക്കൂട്ടത്താണെന്ന് തോന്നുന്നു, അവിടെ പഠിച്ചിറങ്ങുന്ന പിള്ളേരുടെ വക ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ബിടെക് പഠിച്ചിറങ്ങുന്നവർ ബിടെക് എന്നുകൊണ്ട് കടകളൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. സോ ഇതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു പരിപാടി. അതുപോലെ ഒരുപാട് പേർ ജോലി കിട്ടാതെ, ഇപ്പൊ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഫ്രഷേഴ്സിന് ജോലി കിട്ടുന്നുണ്ട്, പക്ഷെ ചില മേഖലകളിൽ ഫ്രഷേഴ്സിന് ജോലി കിട്ടാനില്ല. നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് അപ്പൊ ഇല്ല എന്ന് പറയും. നമുക്ക് ആരെങ്കിലും ജോലി തന്നാലല്ലേ നമുക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്കും വേറെ ഓപ്ഷൻ ഇല്ല. ഇത്തരത്തിലുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് വേറൊരു ഓപ്ഷൻ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ആകാം എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള സംരംഭകർ നമ്മുടെ നാട്ടിൽ വരുന്നത്. എന്തായാലും അത് നല്ലതാണ് എന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് മേ ബി ഇവര് മൂലം തൊഴിൽ ലഭിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഒരുപാട് പേർക്ക് മാതൃകയാകുന്നവരായിരിക്കും. കാരണം ഈ ജോലികളിൽ സ്ട്രെസ് കൂടി ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഇവരെ കാണുമ്പോൾ മേ ബി ഓക്കെ, ഇതില്ലെങ്കിലും എനിക്ക് ജീവിക്കാം, വേറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആ ഒരു ടാബു ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ
തട്ടുകടയിൽ ജോലി ചെയ്യുന്നവർ മോശക്കാരാണ്, അതല്ലെങ്കിൽ ഇത്തരം പണി ചെയ്യുന്നവർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ നേരത്തെ നമ്മൾ എപ്പോഴും കോട്ട് ചെയ്തതാണ് വൈറ്റ് കോളർ ജോബ്സ്. അങ്ങനെ ഒരു കോളർ ജോബ് അല്ല. പണിയെടുക്കുന്നത് ആരായാലും പണിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. എപ്പോഴും പറയുന്ന ക്ലീഷേ ഡയലോഗ് ആണെങ്കിൽ പോലും അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ ജോലിക്കും അതിൻ്റെതായ മാഹാത്മ്യം ഉണ്ട് എന്ന് പറയുന്നത് അത് റിയൽ ആണ്. അത് നമുക്ക് അതിനെ വേറൊന്നും വെച്ച് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ഇതാണ് നമ്മൾ സംസാരിച്ചത്. അതായത് ഈ എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് മുൻപ് കണ്ടിരുന്നില്ല, ഒരു കുട്ടി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ട്രെസ് കൂടി ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടിയെ നിർബന്ധിതയാക്കിയത് ഇതാണ്. അതിന്റെ വാർത്ത വായിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നു ഒരുപാട് പേർ, അച്ഛനും അമ്മയൊക്കെ ചോദിച്ചു ഇത് കളഞ്ഞേക്ക്, ഈ ജോലി വേണ്ട, നീ ഓക്കെ അല്ലല്ലോ ഇതില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇത്രയും നല്ലൊരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് എനിക്ക് വേറെ കമ്പനിയിൽ നല്ല ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടി വന്നു. അതൊക്കെയാണ് ഈ വൈറ്റ് കോളർ ജോബ്സിന്റെ വലിയ ഡീമെറിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുക. അതൊക്കെയാണ് ആ കുട്ടിയെ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് തള്ളി വിട്ടത് എന്നുള്ളതാണ്.